ഈ വീഡിയോ കണ്ടോ? ക്രിസ്മസ് ആഘോഷിക്കുന്ന കുറേ ആൾക്കാരെ വേറെ മതത്തിൽപ്പെട്ട ആൾക്കാർ വന്ന് ആക്രമിക്കുന്നൊരു വീഡിയോ ആണിത്. അവരുടെ ആചാരം നടത്താൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ മതം എന്ന് പറയുന്ന എല്ലാവരും പറയുന്ന പോലെ എന്താ പറയുക, സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നൊരു സാധനമല്ല. വർഷങ്ങൾക്ക് 2000 വർഷം മുമ്പും 1500 വർഷങ്ങൾക്ക് മുമ്പും അതിനും വർഷങ്ങൾക്ക് മുമ്പും പ്രാകൃതമായിട്ടുള്ള മനുഷ്യർ ആചരിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിത ശൈലിയാണ് മതമെന്ന് പറയുന്നത്. അത് നമ്മുടെ ഇപ്പോഴത്തെ ആധുനിക സമൂഹമായിട്ട് വളരെയേറെ പൊരുത്തക്കേടുകളുണ്ട്. നമ്മൾ എല്ലാ വിഷയത്തിലും നല്ലതും ചീത്തതുമുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ സമൂഹങ്ങൾക്ക് നല്ലത് മാത്രം എടുക്കുക. മതം എന്ന് പറയുന്നത് ഒരാൾക്ക് സെൽഫായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങുക എന്നുള്ളതാണ് ശരിക്കും. നമ്മളൊരു മതവിശ്വാസിയാണെങ്കിൽ ആ മതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ മാത്രം ഒതുങ്ങി നിൽക്കുക. മറ്റുള്ളവർക്ക് അത് എന്താ പറയുക, തിരിക്കാതിരിക്കുക എന്ന് പറയത്തില്ലേ. നിങ്ങൾ ഗുരു എന്ന് പറഞ്ഞ സിനിമ കണ്ടല്ലേ? ഗുരു എന്ന് പറഞ്ഞ സിനിമയുടെ ഒരാശയം നിങ്ങൾക്ക് അറിയാമോ? കാരണം ഗുരു എത്ര പേര് കണ്ടിട്ടുണ്ട് സിനിമ? ഗുരു എന്ന് പറഞ്ഞ സിനിമ ചിലരിപ്പോഴും പറയുന്നത് മോഹൻലാൽ വേറൊരു ലോകത്തേക്ക് പോകുന്നു. സിമ്പിളാണ്. ആ സിനിമയുടെ ആശയം എന്താണ്? ആ സിനിമ എന്ന് പറഞ്ഞാൽ ഇലാമപ്പഴം എന്ന് പറയുന്ന മതമാണ്. ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഇലാമപ്പഴം കഴിപ്പിച്ച് അന്ധരാക്കുകയാണ്. അതായത് മതം പഠിക്കുന്ന ആൾക്കും കണ്ണ് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റോട്ടിലൊക്കെ സംഭവിക്കുന്നതല്ല ഇത് തന്നെയാണ്. മതം പഠിക്കുന്ന ആൾക്കാർക്ക് കണ്ണ് കാണാതാവുകയാണ് ചെയ്തത്. അപ്പോൾ അവർ മൊത്തം കേൾക്കുന്ന ചെവിയാണ് പിന്നെ അവരുടെ ആയുധം എന്ന് പറയുന്നത്. കേൾക്കുന്ന കഥകളെ വിശ്വസിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാഴ്ചയ്ക്ക് അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇലാമപ്പഴം എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഉള്ളിലെ ചെറിയൊരു വിത്തായിരിക്കും നന്മ എന്ന് പറയുന്നത്. ആ മതത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, പ്രാകൃതമായിട്ടുള്ള ആ ജീവിച്ചിരുന്ന മനുഷ്യരുണ്ടാക്കിയ ആ ഒരു ശൈലി, അതിനകത്ത് ചിലപ്പോൾ നന്മകൾ കാണാം. നന്മകളെ മാത്രം തിരിച്ചറിയുക എന്നുള്ളതാണ്. എല്ലാ മതങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ തൻ്റെ മതമല്ല വേറൊരു മതത്തിനെ ആശ്രയിക്കരുത് തന്നെയാണ്. ഇപ്പോൾ എല്ലാ ആയാലും ഇസ്ലാം ആയാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം അല്ലാതല്ല, അള്ളാഹു അല്ലാതൊരു ഒരു ദൈവം ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ക്രിസ്ത്യൻസിലാണെങ്കിൽ 10 കൽപ്പനകളുണ്ട്. അതിൽ ഏകദൈവ വിശ്വാസം, മറ്റുള്ള ദൈവത്തെ വിശ്വസിക്കരുത് തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു മതമായാലും ഇപ്പം സർവ്വധർമ്മ പരിത്യജ്യ മാമേവം സർവം പ്രജ എന്ന് പറയുന്നുണ്ട്. എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് നീ എന്നിലേക്ക് മാത്രം അഭയം പ്രാപിക്കുക എന്ന് പറയുന്നുണ്ട്. ഇതിനേക്കാൾ എത്രയോ നല്ലൊരു വരിയുണ്ടെന്നറിയാമോ? ഒരൊറ്റ മതമുണ്ടുലകിൻ ഉയരാം പ്രേമമതൊന്നല്ലോ. അതായത് ഈ ലോകത്തിലൊരു മതം മതി, അത് സ്നേഹമാണ്. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുക തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അല്ല, അവരവരുടെ ആചാരങ്ങൾ നടത്തിക്കോട്ടെ, സ്നേഹത്തിൻ്റെ രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് അതിനോട് ആചരിക്കാൻ ഒരു ഇതില്ലെങ്കിൽ നിങ്ങളത് അവർ നടത്തുന്ന കാര്യങ്ങൾ അനുവദിക്കുക എന്നുള്ളതാണ്.